നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലാലിഗയിൽ ജിറോണയോട് 2-1 FC ബാഴ്സലോണ പൂട്ടി. ലാമിനെ യമാലിൻ്റെ പെനാൽറ്റി മിസ്സും ജിറോണയുടെ 2ാം ഗോളിന് മുമ്പുള്ള ഫൗള് റഫറി വിളിച്ചില്ല എന്നൊക്കെ പറയാമെങ്കിലും ബാഴ്സയുടെ പ്രകടനം വളരെ പരിതാപകരമായിരുന്നു. ഹൻസി ഫ്ലിക്ക് കളിക്ക് ശേഷം എന്താണ് ബാഴ്സയ്ക്ക് സംഭവിച്ചത് എന്നത് വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം വളരെ നിരാശനാണ്. അദ്ദേഹം പറയുന്നു, എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ ഞങ്ങൾ വളരെ പുവറായിട്ടാണ് ഡിഫെൻഡ് ചെയ്തത്, എസ്പെഷ്യലി ട്രാൻസിഷനുകളിൽ, പെർട്ടിക്കുലർലി ഇൻ ദി സെക്കൻഡ് ഹാഫ്. ഫസ്റ്റ് ഹാഫിൽ ഞങ്ങൾക്ക് ചില അവസരങ്ങളുണ്ടായിരുന്നു. ഓൾസോ പെനാൽറ്റി ആദ്യ പകുതിയുടെ അവസാനത്തിന് തൊട്ട് മുമ്പിൽ ലഭിച്ചു, പക്ഷെ ഞങ്ങൾ മിസ് ചെയ്തു. ആ ഒരു മൊമെൻറ്റിൽ തീർച്ചയായിട്ടും നമ്മൾ കുറച്ചുകൂടി ടയേർഡാണ് എന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. തിരികെ വന്നേ പറ്റൂ. യഥാർത്ഥത്തിൽ ജിറോണ ഈ ഒരു കളി വിജയം അർഹിച്ചിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരുപാട് മിസ്റ്റേക്സ് വരുത്തി. ഞങ്ങളുടെ പൊസിഷനിങ് വളരെ മോശമായിരുന്നു, എസ്പെഷ്യലി ഇൻ ദി മിഡ്ഫീൽഡ്. ഒരുപാട് ഗ്യാപ്സ് ഞങ്ങൾ ഇട്ടുകൊടുത്തു. ഞങ്ങൾ നന്നായിട്ട് പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ വളരെ ഓപ്പണായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് ഗോളുകൾ ഇപ്പോൾ ഞങ്ങൾ കൺസീഡ് ചെയ്യുന്നൊരവസ്ഥയുമുണ്ട്. തീർച്ചയായിട്ടും ജിറോണ വിജയം അർഹിച്ചിരുന്നു. വി വർ വെരി ബാഡ്, എസ്പെഷ്യലി ഇൻ ഡിഫെൻസ് ആൻഡ് ട്രാൻസിഷൻ എന്ന് വളരെ കൃത്യമായിട്ട് കാരണം വെളിപ്പെടുത്തുന്നു, അല്ലെങ്കിൽ കാരണം വിശദീകരിക്കുന്നു ഹൻസി ഫ്ലിക്ക്. 100% അദ്ദേഹം കൃത്യമായ നിരീക്ഷണമാണ് നടത്തിയത്. ബാഴ്സ മോശമായിട്ടാണ് കളിച്ചത്. അദ്ദേഹം പറയുന്നുണ്ട് താരങ്ങൾ നന്നായിട്ട് ക്ഷീണിതരാണ്, അതുകൊണ്ട് 2 ദിവസം ഞാൻ അവർക്ക് ഓഫ് കൊടുക്കാൻ പോവുകയാണ് എന്നൊക്കെ. ജോയൻ ഗാർഷ്യ, ഗോൾവലകാത്ത ജോയൻ ഗാർഷ്യ കളിക്ക് ശേഷം പറയുന്നുണ്ട്, ഞങ്ങൾ അറ്റാക്കേഴ്സിനെ വളരെ ഈസിലി കടന്നു വരാൻ അനുവദിക്കുന്നൊരു ഫീലുണ്ട്. ആരും അവരുടെ അറ്റാക്ക് മുളയിലേ നുള്ളുന്നില്ല. നോബഡി ഈസ് കട്ടിങ് അറ്റാക്സ് ഫ്രം ദി സ്റ്റാർട്ട്. ആ അറ്റാക്കിൻ്റെ തുടക്കത്തിൽ തന്നെ, സ്റ്റാർട്ടിൽ തന്നെ ആരും തടയാൻ വേണ്ടി ശ്രമിക്കുന്നില്ല. അത് ഞങ്ങൾ മാറ്റിയേ പറ്റൂ. പിന്നെ ഞാൻ സേവ് ചെയ്തു എന്നൊക്കെ പറഞ്ഞതിൽ അർത്ഥമൊന്നുമില്ല. ഞങ്ങൾ ഒരുപാട് ചാൻസുകൾ ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. വളരെ ഈസിലി ഞങ്ങൾക്കെതിരെ ചാൻസുകൾ എതിരാളികൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ സേവുകൾ അതത്ര നല്ല കാര്യമൊന്നുമല്ല. കാരണം ഞാൻ സേവ് ചെയ്തു എന്ന് പറഞ്ഞ് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രശ്നം കൊണ്ടാണ് ഷോട്ടുകൾ എതിരാളികൾ ഉതിർക്കുന്നത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം എന്നുകൂടി ജോയൻ ഗാർഷ്യ ഗോൾ കീപ്പർ പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ബാഴ്സയ്ക്ക് എവിടെയൊക്കെയോ കാര്യങ്ങൾ മിസ്സാവുന്നുണ്ട്. തിരികെ വന്നേ പറ്റൂ. വരും ദിവസങ്ങളിൽ അത് സംഭവിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി ആരാധകരും കാത്തിരിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.